നാളത്തെ നിങ്ങളുടെ അക്കൗണ്ടൻസി എക്സാമിനേഷനിൽ വളരെ ഈസി ആയിട്ട് ചോദിക്കുന്ന ചില തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മോർ ഓവർ ഇന്ന് നടക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ ലൈവിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടി നിങ്ങൾ എത്തണം. ഒന്നാമത്തത് നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്ററില്ലേ, രണ്ടാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് എന്താ, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ അതിൽ കുറേ ബേസിക് കൺസെപ്റ്റ്സ് ഇല്ലേ, അതിൽ ഈ 4 കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒരു 3 ചോദിക്കാറുണ്ട്. ബിസിനസ്സും ഓണറും 2 പേരും സെപ്പറേറ്റ് ആണ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അപ്പോൾ ബിസിനസ്സിന് ഓണറിൽ നിന്നും സെപ്പറേറ്റ് ഒരു എക്സിസ്റ്റൻസ്, അസ്തിത്വം ഉണ്ട്. അതുകൊണ്ടാണ് ഓണറെ നമ്മൾ ക്രെഡിറ്ററായിട്ടും ഡ്രോയറായിട്ടും കണക്കാക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് ജസ്റ്റ് മനസ്സിലാക്കി അറിഞ്ഞു വെച്ചാൽ മതി. എക്സാമിന് എന്ത് ചെയ്യും, ഇങ്ങനെ ചോദിക്കും. അത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ മണി വാല്യൂവിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണെന്ത് മണി മെഷർമെൻറ്റ്. ഒരാളുടെ കഴിവ്, അയാളുടെ അഭിരുചി, അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഡുവൽ ആസ്പെക്ട്, എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ടാവും. ഒന്ന് ഡെബിറ്റ്, ഒന്ന് ക്രെഡിറ്റ്. അല്ലെങ്കിൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റാണ്. എല്ലാ ഇടപാടിനും മിനിമം 2 എഫക്റ്റ് ഉണ്ടായിരിക്കും. ഇതിന് ഡബിൾ എൻട്രി കൺസെപ്റ്റ്, അക്കൗണ്ടിങ് ഇക്വേഷൻ കൺസെപ്റ്റ്, അങ്ങനെ പല പേരുണ്ട്. കൺസർവേറ്റിസം, ഒരു ലോസ് മുൻകൂട്ടി കണ്ടാൽ ആ ലോസ് നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്തിരിക്കും. പക്ഷെ ഒരു പ്രോഫിറ്റ് മുൻകൂട്ടി കണ്ടാൽ അത് എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യുന്നതായിരിക്കില്ല. അതുകൊണ്ടാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ എന്തെങ്കിലും എക്സ്പെൻസുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ചെയ്ത് വെക്കുന്നത്. ക്ലിയർ? ഈ 4 മനസ്സിലായോ? അപ്പോൾ ഇതേപോലത്തെ ഒരു ഹിൻഡ് വന്നാൽ ഈ 4 ഏതാണെന്നുള്ളത് കറക്റ്റ് ആക്കാൻ പറ്റൂലേ. അപ്പോൾ മാച്ച് ഫോളോയിങ് ഓഫ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് എന്ത് ചെയ്യും, ഇത് ചോദിക്കും. അടുത്തത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ BRSലെ ക്യാഷ് ബുക്കിൻ്റെയും പാസ്ബുക്കിൻ്റെയും ഡിഫറൻസ് വരാനുള്ള കാരണം, കോസസ് എന്താണെന്നുള്ളത്. ഒന്നാമത് എന്താണ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. അതായത് നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ, നിങ്ങൾ ഒരാൾക്ക് ചെക്ക് കൊടുത്തു, ആ ചെക്ക് അയാൾ ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ പേര് ഹംസത്ത് ലിബാൻ, ഞാൻ ശ്രാവൺ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു ചെക്ക് കൊടുത്തു. ഞാൻ അയാൾക്ക് ഒരു 5000 കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അയാൾക്ക് ചെക്ക് കൊടുത്തു. ആ ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ എന്താ റെക്കോർഡ് ചെയ്യുക, ചെക്ക് കൊടുത്തു, പേയ്മെൻറ്റ് കാണിക്കില്ല. ഞാൻ പേയ്മെൻ്റ് അല്ലേ ചെയ്തത്. ശ്രാവൺ ഈ ചെക്ക് ബാങ്കിൽ ഇട്ടിട്ടില്ല. ചെക്ക് ബാങ്കിൽ ഇട്ടാലല്ലേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ശ്രാവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോകുള്ളൂ. ശ്രാവൺ അത് ചെയ്തിട്ടില്ല. അതാണ് ചെക്ക് ഇഷ്യൂഡ്. ചെക്ക് കൊടുത്തു, പക്ഷേ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. മലയാളത്തിൽ എഴുതിയാലും മതി. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള 2 പോയിന്റ് പറഞ്ഞുതരാം. എന്താ, ഒന്ന് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ക്രെഡിറ്റഡ്, ഇൻട്രസ്റ്റ് ആൻഡ് ചാർജസ് ഡെബിറ്റഡ്. എന്താ മക്കളെ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ക്രെഡിറ്റർ, ഇൻട്രസ്റ്റ് ആൻഡ് ചാർജ് ഡെബിറ്റഡ്. എന്താ ഇൻട്രസ്റ്റ് ആൻഡ് ചാർജ്, നമ്മുടെ ചിലവാണ്, എക്സ്പെൻസ് ആണ്, ഡെബിറ്റാ ചെയ്യുക. നമ്മുടെ എക്സ്പെൻസുകൾ ബാങ്ക് ഡെബിറ്റ് ചെയ്യും. നമ്മുടെ ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഇൻകമാണ്, അതെന്ത് ചെയ്യും, ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും. സോ 3 നെക്സ്റ്റ് അടുത്ത് എന്താണെന്ന് അറിയോ, എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ബൈ ബാങ്ക്. നമ്മുടെ ഒരു കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ചെയ്താൽ മതി. ഒരു കസ്റ്റമർ ഡയറക്റ്റ്ലി നമുക്കൊരു ഡെപ്പോസിറ്റ് തന്നു, നമ്മുടെ ഒരു ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്തു. അഥവാ നമ്മുടെ ഒരു റെൻറ്റ് പേയ്മെൻറ്റ് ആര് ചെയ്തു, ബാങ്ക് ചെയ്തു. അപ്പോൾ വന്നതും പോയതും 2 ക്ലിയർ അല്ലേ? 5 ഐറ്റംസ് ആയി. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ക്രെഡിറ്റഡ്, ഇൻട്രസ്റ്റ് ആൻഡ് ചാർജസ് ഡെബിറ്റഡ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ, ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്ക്. 5 ഇനിയുണ്ട് സാറേ, ചെക്ക് ആൻഡ് ബില്ല് ഡിസ്കൗണ്ടഡ്, അല്ലെങ്കിൽ ചെക്ക് ഡിസോണേഡ് അല്ലെങ്കിൽ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് എഴുതിയാൽ മതി. അതിലും കൺഫ്യൂഷൻ ഇല്ല. 6. അപ്പോൾ 7ാമത്തെ എന്താണ്, ചെക്ക് ഡെപ്പോസിറ്റഡ് നോട്ട് ക്രെഡിറ്റഡ്. ചെക്ക് ഇഷ്യൂഡ് പോലെ ഞാനൊരു ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. ഈ ചെക്ക് ബാങ്ക് കളക്ട് ചെയ്തിട്ടില്ല, ബാങ്കിലേക്ക് എത്തണ്ടേ, ആ ചെക്ക് ബാങ്ക് കളക്ട് ആക്കി തന്നിട്ടില്ല. അതാണ് ചെക്ക് ഡെപ്പോസിറ്റ് നോട്ട് ക്രെഡിറ്റഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് എന്താ, ഒന്ന് അരിത്മെറ്റിക്കൽ അക്യുറസി അറിയാൻ വേണ്ടിയിട്ട്, ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി എന്താ പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതെന്തല്ല, ശരിയല്ല. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏതാണ് ട്രയൽ ബാലൻസ് ഒബ്ജക്റ്റീവ് അല്ലാത്തതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ശരിക്കും ഉത്തരം ഏതാ, രണ്ടാമത്താണ് ശരിക്കും ഉത്തരം. ബാക്കി 3 ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവാണ്. അത് എക്സാമിന് മിക്കവാറും അറ്റ്ലീസ്റ്റ് 1 മാർക്കിനെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ് മാത്രമല്ല, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവും ചോദിക്കും. എന്തൊക്കെ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്, ഒന്ന് അക്കൗണ്ടിങ്ങിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ, ബിസിനസ്സിൻ്റെ റിസൾട്ട് പ്രോഫിറ്റോ ലോസോ അറിയാൻ, ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ സാമ്പത്തികമായ അവസ്ഥ അറിയാൻ, നിയമപരമായിട്ട് നമുക്ക് നിർബന്ധമായിട്ടും ഇത് റെക്കോർഡ് ചെയ്തിരിക്കണം, മാനേജ്മെൻറ്റ് ബിസിനസ്സിനെ അസിസ്റ്റ് ചെയ്യാൻ, ദെൻ പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു യൂസർ. ആർക്കാണോ ഇൻഫർമേഷൻ വേണ്ടത് അവർക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക. അടുത്തത് ജേണലും ലെഡ്ജറിൻ്റെയും ഡിഫറൻസ്. ഈ ഡിഫറൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഡിഫറൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചോദിക്കും. ഒന്നെന്താ, ട്രാൻസാക്ഷൻ ഫസ്റ്റ് എവിടെ റെക്കോർഡ് ചെയ്യാം, ജേണലാണ്. ഇത് 1 മാർക്ക് ചോദിച്ചൂടെ. ജേണലിൻ്റെ ട്രാൻസാക്ഷൻ രണ്ടാമത് എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാം, അത് എവിടെയൊക്കെ, ലെഡ്ജറിലേക്കാണ്. അപ്പം ജേണലിൽ ട്രാൻസാക്ഷൻ ലെഡ്ജറിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യാം. ജേണലിൽ എന്ത് ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യുക, ക്രോണോളജിക്കൽ ഓർഡറിലാണ്. ഇപ്പം ലെഡ്ജറിലോ അനലിറ്റിക്കൽ ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യാം.
ദെൻ ജേണൽ ഉപയോഗിച്ചിട്ട് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ലെഡ്ജർ ഉപയോഗിച്ചിട്ടേ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ജേണൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് ജേണലൈസിംഗ് എന്ന് പറയും, പക്ഷേ ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് ലെഡ്ജറൈസിംഗ് അല്ല, പോസ്റ്റിംഗ് ആണ്. ജേണലിൽ മറ്റൊരു പേരിന് എന്താണ്? ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. നമുക്ക് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, അതുപോലെ തന്നെ ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയും. പക്ഷേ ലെഡ്ജറിനോ ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് പറയും, ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി എന്ന് പറയും, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയും. എന്തൊക്കെ കാര്യം പഠിച്ചു. അപ്പോൾ 1 മാർക്ക് ഇതൊക്കെ ചോദിക്കാം, രണ്ടിൻ്റെയും ഡിഫറൻസും ചിലപ്പോൾ ചോദിക്കാം. എങ്ങനെ വന്നാലും ഉറപ്പായിട്ടും എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്തോ ലിബാൻ സാർ കൂടെ ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ്.